ഹലോ ഗായ്സ്, പ്ലാന്റ് റൂമിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 100 രൂപ താഴെ വില വരുന്ന ചെടികളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ ഇടയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പ്ലാന്റ്സ് സോൾഡ് ഔട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വാങ്ങാനും പറ്റും. അതായത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ചില ചെടികൾ 5 പീസോ അല്ലെങ്കിൽ 6 പീസോ അല്ലെങ്കിൽ ചിലത് 3 പീസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ളതായിരിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ. നമ്മുടെ വീഡിയോസിൽ എല്ലാ പ്ലാന്റ്സിൻ്റെയും പേരും പ്രൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ സൈസ് എല്ലാത്തിൻ്റെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് എൻ്റെ കൈ ഉപയോഗിച്ച് അതിൻ്റെ എക്സാക്റ്റ് സൈസ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണിക്കുന്ന സൈസ് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറുതായിരിക്കും. ഏറ്റവും വലിപ്പമുള്ള സൈസായിരിക്കും നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് അയച്ചു തരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും. 10 രൂപയുടെ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ പോലും ഏറ്റവും വലിയ പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തന്നിട്ടുള്ളത്. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് വാങ്ങുന്നവർക്ക് രണ്ടാമതൊന്നും ചിന്തിക്കാതെ നമ്മളെ വിശ്വസിച്ചവർക്ക് വാങ്ങാൻ പറ്റും. ചില പ്ലാന്റ്സിന് മാത്രം സൈസ് അനുസരിച്ച് പ്രൈസിന് ഡിഫറൻസ് ഉണ്ടാവും. അത് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യും. അല്ലാത്ത പ്ലാന്റ്സിന് നമ്മൾ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ വാങ്ങുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. സൈസും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. എല്ലാം പ്ലാന്റ്സ് ആണല്ലോ, പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആയതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നാലും വലിയൊരു വലിപ്പക്കുറവ് ഉണ്ടാവില്ല. എന്താ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തയക്കാൻ ചിലവർ പറയാറുണ്ട്. നമുക്ക് ടൈം കിട്ടുന്നില്ല മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനും ഫോട്ടോസ് അയക്കാനും. അപ്പോൾ നമുക്ക് ആ ഓർഡേഴ്സ് പെൻഡിങ് ആവുകയാണ്. വേറെ കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ ഇത് ബുക്ക്ഡ് ആണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർഡർ എടുക്കാനും അടുത്ത വീഡിയോസ് ഡിലേ ഇല്ലാണ്ട് ചെയ്യാനും പറ്റും. പിന്നെ യൂഷ്വലി ഞാൻ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് വീഡിയോ ഇടാറ്. ഇന്നിപ്പോൾ ഡിലേ വന്നു. ഓരോ ആഴ്ച വീഡിയോ ഇട്ടതിന് ശേഷം ആ പ്ലാൻസ് അയച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത വീഡിയോ ഇടാറ്. അപ്പോൾ പെൻഡിങ് ആയിട്ട് വേറെ ഓർഡേഴ്സ് ഉണ്ടാവില്ല. ഈ പ്രാവശ്യവും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോസ് കണ്ട് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഓർഡർ തന്നവരുടെ മാത്രമേ ഇപ്പം നമുക്ക് പെൻഡിങ് ഉള്ളൂ. അത് തിങ്കളാഴ്ച മുതൽ, അതായത് ഇന്ന് മുതൽ നമ്മൾ അയക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൻ്റെ അതേപോലെ പുറകെ അയക്കും. പിന്നെ ഔട്ട്സൈഡ് കേരള ആയിരിക്കും തിങ്കളാഴ്ച ദിവസം മെയിനായിട്ട് നമ്മൾ അയക്കുന്നത്. സപ്പോസ് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി കാരണം അത് അയക്കാൻ പറ്റിയില്ലെങ്കിൽ ട്യൂസ്ഡേ എന്താണെങ്കിലും അവർക്ക് മുൻഗണന നൽകി നമ്മൾ അയക്കും. അതിനുശേഷം ഇൻസൈഡ് കേരള എല്ലാം നമ്മൾ ആഴ്ച തന്നെ അയച്ചു തീർത്തതിന് ശേഷം മാത്രമേ അടുത്ത വീഡിയോ ഇടുള്ളൂ. എല്ലാ ഓർഡേഴ്സും അയച്ചതിന് ശേഷം നമ്മൾ അന്ന് തന്നെ ഈവനിങ് ട്രാക്കിംഗ് ID നിങ്ങൾക്ക് തരും. കേരളത്തിലകത്തുള്ളവർക്ക് സെക്കൻഡ് ഡേ കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാറില്ല. അപ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കണം. ഔട്ട്സൈഡ് കേരളയിൽ ഒരു 3rd ഡേ 4th ഡേയിൽ കിട്ടാറുണ്ട്. അതിനുശേഷം വൈകുകയാണെങ്കിൽ നിങ്ങൾ ട്രാക്ക് ചെയ്തിട്ട് അതായത് കൊറിയർ സർവീസിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളോടാണെങ്കിലും പറഞ്ഞാൽ നമ്മൾ നമ്പർ സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, പ്ലാൻസ് ആവശ്യമുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്. അപ്പോൾ അതും പ്ലാൻസിൻ്റെ ഓർഡേഴ്സ് എടുക്കാനും എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ അതിനുവേണ്ടി ടൈം കണ്ടെത്തി ഇരിക്കുന്നതാണ്. ഈ വീഡിയോസ് എടുക്കാനും വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ടൈം കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് കുറച്ച് നമ്മൾ സങ്കടപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഒരു വിഷമമുണ്ട് ഷെയർ ചെയ്യുന്നത്. കാരണം അടുത്ത ഓർഡേഴ്സ് അത് കൊടുക്കാൻ പറ്റില്ല. ഇത് ബുക്ക്ഡ് ആണോ അല്ലെന്ന് അറിയാത്തതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ കാണുന്ന പ്ലാന്റ് പെപ്രോമയുടെ ലെമൺ ലൈമാണ്. അതിൻ്റെ ഇപ്പോൾ ഈ ഒരു പോട്ടിൽ 2 പ്ലാന്റ്സ് ആണ് ഉള്ളത്. അതിൽ ഒരു പ്ലാന്റ് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റാണ് 15 രൂപ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. വെരിഗേഷനൊക്കെ നല്ല രീതിയിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ മോൺസ്റ്റർ ഡെലീസിയോസയുടെ നോട്ട് പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മഴ നനഞ്ഞിട്ട് ലീഫ് ഒന്ന് കട്ടായി നിൽക്കുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പുതിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അറിയാലോ, പ്ലാന്റിന് നല്ല റേറ്റ് ഉള്ളതാണ്. സിംഗിൾ പോട്ടിന് 300 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലും വലിയ പോട്ട് അവൈലബിൾ ആണ് കേട്ടോ. 300 റുപ്പീസിൻ്റെ സിംഗിൾ പ്ലാന്റ് വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. പുതിയ ലീഫാണിത്. ഫെൻട്രേഷനൊക്കെ വന്നിട്ടുണ്ട്.
അടുത്തത് ഫയർ ക്രാക്കർ യെല്ലോൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. ഈ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് സിൻഡപ്സസ് ട്രൂബിയായി എന്ന് പറയുന്ന ഒരു നല്ല ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോയ ഒരു പ്ലാന്റാണ് ഇത്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ മോസ് പോളിലോ ഒക്കെ ക്ലൈമ്പിംഗ് ആയിട്ടൊക്കെ കയറ്റാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റാണ്. 40 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റുള്ള പ്ലാന്റാണ്. നമ്മൾ വലിയ വലിയ പേജുകളിലൊക്കെ നോക്കി അറിയാം അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് 40 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അടുത്തത് സിങ്കോണി ആൽബോ ആണ്. 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് കലാത്തിയ ലൂട്ടിയുടെ റെഡ് പ്ലാന്റ് ആണ്. നോർമൽ കലാത്തിയ ലൂട്ടിയുടെ അടിയിൽ ഗ്രീൻ ആയിരിക്കും, ഇത് റെഡ് കളറാണ്. 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്. 180 റുപ്പീസൊക്കെ മാർക്കറ്റിൽ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പ്ലാൻസ് വാങ്ങാൻ പറ്റും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അപ്പം മാത്രമാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തത് അഗൽഫിയ ട്വിസ്റ്റഡ് റെഡ് ആണ് നമ്മളിപ്പോൾ കാണുന്ന പ്ലാന്റ്. അതിൻ്റെ 2 സൈസുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ട സൈസാണ് 15 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത്. വലിപ്പമുള്ളത് വേണമെങ്കിൽ അത് പ്രത്യേകം പറഞ്ഞാൽ മതി. അടുത്തത് ചീരച്ചേമ്പാണ്. 50 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതാണ് സൈസ് വരുന്നത്. ഏകദേശം ആ സൈസ് തന്നെ കേട്ടോ എല്ലാ പ്ലാന്റ്സിനും. 3 പ്ലാന്റ്സേ ഉള്ളൂ, 3 തൈകളേ ഉള്ളൂ. അടുത്തത് വൈറ്റ് വാടാമല്ലിയുടെ തൈകളാണ്. ഇതൊരു പോട്ടിൽ നമ്മൾ കാണിക്കുന്നത്. വേറൊരു പ്ലാന്റും കൂടെ ഇതും കൂടെ കാണിക്കുന്നുണ്ട്. സ്പ്രെഡ് ചെയ്തെടുക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഇതിൻ്റെ വിത്ത് വേണ്ടവർ ചോദിച്ചാൽ മതി. 40 റുപ്പീസാണ് സീഡ്സിന് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ആണ്. മ്യൂസിക്കൽ നോട്ടിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അടുത്തത് മിഡ് ഡേ ഫ്ലവർ സ്കേലറ്റ് മാലോ റെഡിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ സീഡ്സും അവൈലബിൾ ആണ്, പ്ലാന്റും അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മതി. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.